ഹലോ, നമുക്കിന്നൊരു എരിശ്ശേരി ഉണ്ടാക്കി നോക്കിയാലോ. എന്തെരിശ്ശേരിയെന്ന് വെച്ചാൽ നമ്മുടെ വൻപയറും മത്തനും ഇട്ടിട്ടൊരു എരിശ്ശേരി വെച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മത്തങ്ങ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചേക്കുവാണ്. അതേപോലെ തന്നെ വൻപയർ പെട്ടെന്ന് വേകാൻ വേണ്ടി തലേന്ന് തന്നെ കുതിർത്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കൂടെ നമ്മൾ കുക്കറിൽ വെച്ചാണ് വേവിക്കുന്നത്. അതിനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിന് വെള്ളം, അതായത് നെകക്കൊക്കെ ഒഴിച്ച് കൊടുക്കണം. ഒരു 5-6 വിസിലും ഉണ്ടെങ്കിൽ നല്ല നെയ് പരുവത്തിൽ നമുക്ക് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. നമ്മൾ 3-4 വിസിലടുപ്പിച്ചു. പിന്നെ അരപ്പ് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ സാധാരണ പോലെ തന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, ചെറിയുള്ളി, കാന്താരി ഇട്ട് അരച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് വെക്കണം. ഇപ്പോൾ നമ്മുടെ മത്തനും പയറും വെന്തിട്ടുണ്ടായിരുന്നു. അതെടുത്ത് തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. പയറും വെന്തിട്ടുണ്ട്, മത്തനും അതേപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ തവി വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുത്താൽ മതി. നമ്മൾ ഉടച്ച് റെഡിയാക്കിയത് ഇങ്ങനെ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഞാൻ ചേർത്തിട്ട് നമ്മളൊന്ന് തിളയ്ക്കാൻ വെക്കണം. കാരണം അരപ്പിൻ്റെ ആ പച്ചച്ചുവ പോകാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് കടുക് വറക്കാനുള്ള സാധനങ്ങളാണ്. നമ്മളിത് തേങ്ങ കൂടെ സാധാരണ കടുക് വറക്കുന്നതിൻ്റെ കൂടെ തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മളൊരു പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, കടുകിട്ടതിന് ശേഷം നമ്മൾ സാധാരണ പോലെ തന്നെ ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, കൂടത്തി എരിശ്ശേരിക്കായതുകൊണ്ട് ഇത്തിരി തേങ്ങ അധികം ഇട്ടാലും രുചിയാണ്, ഇത്തിരി ഇട്ടാലും മതി. അതും കൂടെ നമ്മൾ കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബ്രൗൺ കളറാവണം ആ തേങ്ങ, കരിഞ്ഞും പോകരുത്. എന്നാലും നമുക്കിങ്ങനെ കൂട്ടുന്ന സമയത്ത് ഒരു കടിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ കിട്ടുമ്പം നല്ലൊരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കടുക് വറുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തത് പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിൽ എടുത്തതാണ്. ഫൈനൽ ഇതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.